നമസ്കാരം. ഇവിടെ മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ എല്ലാ ദിവസവും കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ അതിൽ ഈ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വിഷയം, അതായത് ലിഫ്റ്റിനകത്ത് കുടുങ്ങിപ്പോയ 46 മണിക്കൂറുകൾക്ക് ശേഷം കണ്ടുകിട്ടപ്പെട്ട ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളിലേറെ എനിക്കിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത്, അതിനെതിരെ സന്ദീപ് വചസ്പതിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അതിങ്ങനെയാണ്. ആ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള വാചകങ്ങളൊക്കെ മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ കൂടിയും സന്ദീപ് പറഞ്ഞ വാചകങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കുന്നതിനും 10 വർഷം മുൻപ് തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചു എന്നാണ് ചരിത്രം. എന്നാൽ അടിമവംശം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഇന്നത്തെ മലയാള മനോരമ വായിച്ചപ്പോൾ മനസ്സിലായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി അനുഭവിച്ച നരകയാതന ഇയാൾ അർഹിച്ചത് തന്നെയാണ് എന്ന് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നു. ഇദ്ദേഹം കൊടുക്കുന്ന ഒരു പരാതി കൊണ്ട് കുത്തഴിഞ്ഞ കേരളത്തിൻ്റെ ആരോഗ്യരംഗം നന്നാവുമെന്ന പ്രതീക്ഷ അതാർക്കുമില്ല. ഇതിൻ്റെ പേരിൽ സർക്കാരിന് രാജിവെക്കേണ്ടി വരികയുമില്ല. എങ്കിലും സംവിധാനത്തിൽ എവിടെയെങ്കിലുമുള്ള പിഴവ് പരിഹരിക്കുവാൻ ഒരു പരാതിക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ അതിനുപോലും അവസരം നൽകാൻ വിധേയനായ ഈ അടിമ തയ്യാറല്ല. കാരണം നടപടി സ്വീകരിക്കേണ്ടി വരിക ഏതെങ്കിലും സഹ അടിമയുടെ പേരിലായിരിക്കുമെന്ന വർഗബോധമാണ് ഇയാളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇപ്പോൾ മുതലാളി എറിഞ്ഞു നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലിൻ കഷ്ണത്തിൻ്റെ എണ്ണം കുറഞ്ഞാലോ എന്ന ഭീതി, താൻ നിമിത്തം അടിമ വംശത്തിൻ്റെ ഒരു കല്ല് പോലും ഇളകാൻ പാടില്ല എന്ന ചിന്ത മാത്രമാണ് ഇത്തരം അടിമകളെ നയിക്കുന്നതെന്ന് പറയേണ്ടി വരും. അല്ലാതെ നാടിൻ്റെ പുരോഗതി ഇവർക്ക് ചിന്തയിലേ ഇല്ലല്ലോ. ഇത്തരം അടിമക്കണ്ണുകളുടെ എണ്ണം കുറയാതെ കേരളം രക്ഷപ്പെടില്ല എന്ന് സന്ദീപ് വചസ്പതി പറഞ്ഞു നിർത്തുന്നു. ആ സംഭവത്തെക്കുറിച്ച് രവീന്ദ്രൻ നായർ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പുറം ലോകത്ത് എന്താണ് നടക്കുന്നത്, ഭാര്യയും മക്കളും താൻ എവിടെയെന്നറിയാതെ തിരഞ്ഞു നടക്കുന്നുണ്ടാവുമോ? മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ ആരും അറിയാതെ 2 ദിവസത്തോളം കുടുങ്ങിക്കിടന്ന രവീന്ദ്രൻ നായർ 4 ഭിത്തികൾക്കുള്ളിൽ ഭീതി ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. ഭൂമിയിൽ നിന്ന് പോലും മറ്റുപോയതുപോലെ 4 ഇരുമ്പ് ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട 42 മണിക്കൂറുകളായിരുന്നു അത് എന്ന് പറയപ്പെടുന്നു. ലിഫ്റ്റിൽ കയറിയത് ഒറ്റയ്ക്കായിരുന്നുവെന്നും അത് ഉയർന്ന 1-ാം നിലയിൽ എത്തും മുൻപ് തന്നെ വലിയ ശബ്ദത്തോടെ ഇടിച്ചു നിന്നുവെന്നും ആ കുലുക്കത്തിൽ മൊബൈൽ ഫോൺ താഴെ വീണ് ഡിസ്പ്ലേ തകർന്നുവെന്നും ഉടൻ ശരിയാകുമെന്നും ആരെങ്കിലും രക്ഷയ്ക്കെത്തുമെന്നും അല്പനേരം അങ്ങനെ കാത്തുനിന്നു. പതിയെ ആ പ്രതീക്ഷ നഷ്ടമാകുന്നു. ലിഫ്റ്റിൽ പതിച്ചിരുന്ന എമർജൻസി നമ്പർ വല്ല വിധേനയും ഡയൽ ചെയ്തു. പക്ഷേ ഫോൺ ആരും എടുക്കുന്നില്ല. അലാം സ്വിച്ച് പലതവണ അമർത്തിയിട്ടും വിഫലമാകുന്നു. മൊബൈലിലെ ഒരു നമ്പറിലേക്കും വിളിക്കാനാകാത്ത ഒരവസ്ഥ. പുറം ലോകത്ത് നിന്ന് അടർന്നു മാറിയ പോലെ പുറത്തൊരു ലോകമുണ്ടെന്നും അവിടെ തനിക്കൊരു കുടുംബമുണ്ടെന്നും ഓർത്ത് കരയുക മാത്രമായിരുന്നു ചെയ്യാനുണ്ടായിരുന്നതെന്ന് രവീന്ദ്രൻ പറയുന്നു. ഇത്രയധികം ആൾക്കാർ വന്നു പോകുന്ന മെഡിക്കൽ കോളേജിലെ പ്രധാന കെട്ടിടത്തിനുള്ളിലെ ലിഫ്റ്റിൽ തൻ്റെ ശബ്ദം കേൾക്കാൻ, ലിഫ്റ്റ് തകരാറായത് പരിശോധിക്കാൻ ആരുമില്ലാത്തതിൽ പേടിപ്പിക്കുന്ന വേദന തോന്നി എന്നും രവീന്ദ്രൻ പറയുന്നു. ചുവരിലിടിച്ചും ബഹളം വെച്ചും തളർന്ന് തറയിൽ വീണുപോയി. ഇടയ്ക്ക് ഉണർന്ന് പ്രതീക്ഷയോടെ ചുവരുകളിൽ തട്ടും. മരുന്നും ഭക്ഷണവുമില്ലാത്ത മണിക്കൂറുകൾ. വായുസഞ്ചാരം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ജീവൻ പോയില്ല എന്ന് പറയാം. ഏതോ ജീവനക്കാരന് അസ്വാഭാവികത തോന്നി നോക്കിയത് കൊണ്ട് മാത്രം താൻ ജീവിതത്തിലേക്ക് മടങ്ങിയെന്ന് രവീന്ദ്രൻ നായർ പറയുന്നു. എൻ്റെ സ്ഥാനത്തൊരു ഗർഭിണിയോ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയോ കുഞ്ഞുങ്ങളോ ആണ് പെട്ടിരുന്നതെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നില്ല. വെളിച്ചത്തിൻ്റെ ഒരു കീറ് തനിക്ക് നേരെ തുറന്നു വരുമെന്നും അതിലൂടെ താൻ ജീവിതത്തിലേക്ക് തിരികെ കയറുമെന്നും പ്രതീക്ഷിച്ച് 42 മണിക്കൂറുകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ 1.5 ദിവസം കുടുങ്ങിപ്പോയ രവീന്ദ്രൻ നായരുടെ വാക്കുകളായിരുന്നു അത്. എന്നാൽ ഇതിനപ്പുറം രവീന്ദ്രൻ നായരുടെ മറ്റൊരു വിശദീകരണമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ സംഭവത്തിൽ പരാതി കൊടുക്കുന്നതിൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനം എന്നാണ് രവീന്ദ്രൻ നായരുടെ നിലപാട്. ഇതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. മുഖ്യധാരാ മാധ്യമത്തിലെ പ്രതികരണത്തിലെ ആ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കുകയാണ്. ഇവിടെ അതുകൊണ്ടാണ് അത് ചർച്ചയാകുന്നത്. സന്ദീപ് വചസ്പതി BJP നേതാവ്, മുൻ MP KV സുരേന്ദ്രനാഥിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന രവീന്ദ്രൻ നായർ 42 വർഷമായി പൊതുപ്രവർത്തന രംഗത്തുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനോരമ പത്രം കൃത്യമായി പറയുന്നുണ്ട്. CPIയുടെ തിരുവനന്തപുരത്തെ പ്രമുഖ നേതാവായിരുന്ന ആദർശധീരനായ സുരേന്ദ്രനാഥ് വലിയ വിമർശനമാണ് ആരോഗ്യ വകുപ്പിനെതിരെ രവീന്ദ്രൻ നായർ ഉയർത്തിവെച്ചത്. അപ്പോഴും പരാതി കൊടുക്കുന്നതിൽ പാർട്ടിയുമായി കൂടിയാലോചിക്കുമെന്ന് പറയുന്നതിലെ ഇരട്ടത്താപ്പാണ് സന്ദീപ് വചസ്പതി ഇതിലൂടെ ചർച്ചയാക്കുന്നത്. മെഡിക്കൽ കോളേജിൽ 42 മണിക്കൂർ രോഗി ലിഫ്റ്റിൽ കിടന്ന സംഭവത്തിൽ തെളിയുന്നത് സംവിധാനങ്ങളുടെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് എന്നുള്ളതാണ്. ലിഫ്റ്റിനുള്ളിൽ അകപ്പെട്ട രവീന്ദ്രൻ നായർ രക്ഷയ്ക്കായി ഫോണിലും അലാം വഴിയുമൊക്കെ ശ്രമിച്ചുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. 24 മണിക്കൂറും സക്രിയമായ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിലാണ് ഈ അവസ്ഥ എന്നത് ആരോഗ്യ കേരളത്തെ ലജ്ജിപ്പിക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.
ഇതിനിടെയാണ് പരാതിയിലെ പാർട്ടി ആലോചനയും ചർച്ചയാകുന്നത്. രവീന്ദ്രൻ നായർ കയറിയ 11-ാം നമ്പർ ലിഫ്റ്റ് താഴത്തെ നിലയ്ക്കും 1-ാമത്തെ നിലയ്ക്കും ഇടയിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു. 1.5 ദിവസത്തിലധികം ലിഫ്റ്റ് ഇങ്ങനെ നിന്നിട്ടും ആരും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 24 മണിക്കൂറും ആൾക്കാർ, രോഗികളടക്കം വന്നു പോകുന്ന ഒരു ഇടമാണ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി. അവിടെയാണ് രവീന്ദ്രൻ നായരെ പോലൊരാൾ ആ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിപ്പോയത്. അവിടെ ഈ സന്ദീപ് വചസ്പതി ആദ്യം പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് ഒരു പരാതി കൊടുത്ത് ആരോഗ്യ മേഖലയിലെ ഈ കെടുകാര്യ സ്ഥിതി ഒന്ന് അവസാനിക്കുമെന്ന് പറയുന്നില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യുവാനെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നതിലേക്ക് എത്തുമായിരുന്നു ഒരു പരാതി. അതെന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്, സന്ദീപ് പറയുന്നത് കൃത്യമാണെന്ന് തോന്നുന്നു. കാരണം അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കുന്നതിന് ഏകദേശം 10 വർഷം മുമ്പ് തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചു എന്നുള്ളത് ചരിത്രമാണ്. പക്ഷെ ആ അടിമത്തം ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ രവീന്ദ്രൻ നായർക്ക് സ്വന്തം പാർട്ടിയെയും സർക്കാരിനെയും ഇങ്ങനെ മുൾമുനയിൽ നിർത്താൻ കഴിയാത്തത് കൊണ്ടല്ലേ അദ്ദേഹം ഇങ്ങനെ ഒരു പരാതി എഴുതി കൊടുക്കുവാൻ തയ്യാറാകാത്തത്? പാർട്ടിയോട് ആലോചിച്ചിട്ട് പരാതി കൊടുക്കാം എന്ന് പറയുന്നത് എന്തൊരു ഗതികേടാണ്. അന്തംഗമ്മികളായി ഇങ്ങനെ ജീവിക്കുക എന്നതിനേക്കാൾ നല്ലത് ആത്മാഭിമാനമുള്ളവർ ആ പാർട്ടിയിൽ നിന്ന് മാറി സഞ്ചരിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ഇവരുടെയൊക്കെ അടിമകളായി ജീവിക്കാൻ പോകുന്നത് ശ്രീ രവീന്ദ്രൻ നായരെ പോലുള്ളവർ? ആരാണെങ്കിലും ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി ആ ഭാഗത്തെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അനാസ്ഥയാണ് ചൂണ്ടിക്കാട്ടേണ്ടത്. അത് ചൂണ്ടിക്കാട്ടുന്നതിന് പകരം സർക്കാരിനെ ഇങ്ങനെ ഒക്കത്തെടുത്ത് നടക്കേണ്ട ആവശ്യമുണ്ടോ ഇവർക്കൊക്കെ? അതുകൊണ്ട് സന്ദീപ് വചസ്പതി പറഞ്ഞ ആ അടിമ സംവിധാനം ഇപ്പോഴും ഈ പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ ഓർമ്മപ്പെടുത്തിയതിന് ഒരു ബിഗ് സല്യൂട്ട്.